ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 8-ലെ 5-ാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. ദിനാവസാനേത സരോജയോനി സുഷുപ്തികാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ച ത്വജ്ജഠരം സമീയു സ്തദേതമേകർണവമാസ വിശ്വം. കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മാവിൻ്റെ ആയുസ്സായ 100 ബ്രഹ്മവർഷത്തിൻ്റെ പകുതിയായിട്ടുള്ള 50 ബ്രഹ്മവർഷം തികയുന്ന രാത്രിയിൽ സംഭവിച്ചതും പിറ്റേന്ന് രാവിലെ സംഭവിച്ചതുമായ കാര്യങ്ങൾ ഞാൻ പറയാം അല്ലയോ ഭഗവാനെ എന്നാണ് മേൽപ്പത്തൂർ പറഞ്ഞത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ദിനാവസാനേധ സരോജയോനി സുഷുപ്തി കാമസ്ത്വയി സന്നിലില്യേ. ദിനാവസാനേ, ദിനത്തിൻ്റെ അവസാനത്തിൽ, പകലിൻ്റെ അവസാനത്തിൽ, ഈ 50 ബ്രഹ്മവർഷം തികയുന്ന ദിവസം പകലിൻ്റെ അവസാനത്തിൽ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മാവിൻ്റെ ഒരു പകൽ അവസാനിക്കുക എന്നാൽ കൽപ്പത്തിൻ്റെ അവസാനത്തിൽ. അഥാ പിന്നീട് സരോജയോനി, സരോജത്തിൽ നിന്നുണ്ടായ ആൾ ബ്രഹ്മാവ്. സരോജയോനി എന്നാൽ ഇവിടെ ബ്രഹ്മാവ്. ഇവിടെ ഇപ്പോഴുള്ള ഈ ബ്രഹ്മാവ് സത്യലോകത്തിൽ ഭഗവാൻ സ്വയം അവതരിച്ച ബ്രഹ്മാവാണ്. എന്നാൽ ഭഗവാന്റെ നാഭിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ബ്രഹ്മാവ് ഇനിയും ജന്മമെടുക്കാൻ പോകുന്നതേയുള്ളൂ. എന്നാലും പൊതുവായിട്ട് ബ്രഹ്മാവിനെ സരോജയോനി എന്ന് വിശേഷിപ്പിക്കുന്നു. ദിനത്തിൻ്റെ അവസാനത്തിൽ, ആ പകലിൻ്റെ അവസാനത്തിൽ പിന്നീട് ഈ ബ്രഹ്മാവ് സുഷുപ്തി കാമസ്ത്വയി, സുഷുപ്തി നല്ല ഉറക്കം, കാമസ്ത്വയി, കാമഹ ത്വയി, കാമഹ ആഗ്രഹിച്ചിട്ട്, നല്ല ഉറക്കം ആഗ്രഹിച്ചിട്ട്, അതായത് 1000 ചതുർയുഗമാകുന്ന പകലിലെ സൃഷ്ടികർമ്മമെല്ലാം കഴിഞ്ഞ് നല്ല ഉറക്കത്തെ ആഗ്രഹിച്ചിട്ട് ത്വയി അങ്ങയിൽ, ഭഗവാനിൽ സന്നിലില്ലേ, നല്ലവണ്ണം ലയിച്ചു. ബ്രഹ്മാവിൻ്റെ 50 ബ്രഹ്മവർഷത്തെ ആയുസ് തീരുന്ന ദിവസം പകൽ അവസാനിച്ചപ്പോൾ പിന്നീട് ആ ബ്രഹ്മാവ് നല്ല ഉറക്കം ആഗ്രഹിച്ച് അങ്ങയിൽ നന്നായി ലയിച്ചു. ജഗന്തി ച ത്വജ്ജഠരം സമീയു സ്തദേതമേകാർണവമാസ വിശ്വം. ജഗന്തി ച, ജഗന്തി ഇക്കണ്ട ജഗത്തുക്കളെല്ലാം, ഈ ഇക്കണ്ട ലോകങ്ങളും അവയിലെ എല്ലാ സൃഷ്ടികളും, ജഗന്തി ച ത്വജ്ജഠരം, ത്വത് അങ്ങയുടെ ജഠരം, ജഠരത്തിൽ, ഉദരത്തിൽ, വയറിനുള്ളിൽ, ഈ കണ്ട ലോകങ്ങളും അവയിലെ എല്ലാ സൃഷ്ടികളും ബ്രഹ്മാവിനോട് കൂടി ത്വജ്ജഠരത്തിൽ, അങ്ങയുടെ ഉദരത്തിനുള്ളിൽ സമീയുഹു ലയനം പ്രാപിച്ചു, ലയിച്ചു ചേർന്നു. തദേതം ഏകാർണവം ആസ വിശ്വം. തദേതം, തഥാ ഇതം, തഥാ അപ്പോൾ, ഇതം ഈ, ഏകാർണവം ഏകം ഒരേ ഒരു, അർണവം സമുദ്രം, ആസ ആയിത്തീർന്നു, വിശ്വം ഈ പ്രപഞ്ചം മുഴുവൻ. ഇങ്ങനെ ബ്രഹ്മാവിനോടൊപ്പം ബ്രഹ്മാവ് ഈ ചതുർയുഗ സമയത്ത്, പകൽ സമയത്ത് സൃഷ്ടിച്ച എല്ലാ ലോകങ്ങളും അവയിലെ എല്ലാ സൃഷ്ടികളും ബ്രഹ്മാവിനോടൊപ്പം ഭഗവാന്റെ ഉദരത്തിൽ ലയനം പ്രാപിച്ചു. അപ്പോൾ ഈ സകല വിശ്വവും ഒരേ ഒരു സമുദ്രം ആയിത്തീർന്നു. അതായത് അങ്ങനെ ബ്രഹ്മാവ് ഉറക്കത്തെ ആഗ്രഹിച്ച് ഭഗവാനിൽ നന്നായി ലയിച്ചപ്പോൾ അതുവരെ ബ്രഹ്മാവ് സൃഷ്ടിച്ച സകല ലോകങ്ങളും അതിലുള്ള എല്ലാ സൃഷ്ടികളും ബ്രഹ്മാവിനോട് കൂടെ അങ്ങയുടെ ഉദരത്തിനുള്ളിൽ ലയിച്ചു ചേർന്നു. അപ്പോൾ ഈ ഭുവനം, ഈ പ്രപഞ്ചം മുഴുവൻ ഒരേ ഒരു സമുദ്രമായി, ജലപ്രളയമായി തീർന്നു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. ബ്രഹ്മാവിൻ്റെ 50 ബ്രഹ്മവർഷത്തെ ആയുസ്സു തീരുന്ന ദിവസം പകൽ അവസാനിച്ചപ്പോൾ പിന്നീട് ആ ബ്രഹ്മാവ് നല്ല ഉറക്കം ആഗ്രഹിച്ച് അങ്ങയിൽ നന്നായി ലയിച്ചു. അങ്ങനെ ബ്രഹ്മാവ് ഭഗവാനിൽ നന്നായി ലയിച്ചപ്പോൾ അതുവരെ ബ്രഹ്മാവ് സൃഷ്ടിച്ച സകല ലോകങ്ങളും അതിലുള്ള എല്ലാ സൃഷ്ടികളും
ബ്രഹ്മാവിനോട് കൂടെ അങ്ങയുടെ ഉദരത്തിനുള്ളിൽ ലയിച്ചു ചേർന്നു. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ, ഈ ഭുവനം മുഴുവൻ ഒരേ ഒരു ജലപ്രളയമായി തീർന്നു. ദിനാവസാനേഥ സരോജയോനി സുഷുപ്തികാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ച ത്വജ്ജഠരം സമീയു സ്തദേതമേകാർണവമാസ വിശ്വം. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ദിനാവസാനേഥ സരോജയോനി സുഷുപ്തികാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ച ത്വജ്ജഠരം സമീയു സ്തദേതമേകാർണവമാസ വിശ്വം. ആറാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത